ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം ദൈവിക സുരക്ഷിതത്വത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദൈവപൈതൽ എത്രത്തോളം സുരക്ഷിതനാണെന്നുള്ളത്. ഏറ്റവും വലിയ ആത്മീക സുരക്ഷിതത്വമാണ് ഒരുവന് ലഭിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ. അങ്ങനെ നിത്യജീവൻ പ്രാപിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം ഓർപ്പിക്കുന്നു: കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും കയ്യിൽ നിന്ന് ആ വ്യക്തിയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സെക്യൂരിറ്റി എത്രത്തോളമാണെന്നുള്ളത് നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. നീതിമാനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ആരോഗ്യം, അവൻ്റെ ശരീരം, അവൻ്റെ മാനസിക നിലവാരങ്ങൾ, അവൻ്റെ ആത്മീയത, ഇതെല്ലാം ദൈവത്താൽ പരിപോഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയുമാണ്. എന്നാൽ പലപ്പോഴും ഈ വീണ്ടും വിചാരമില്ലാതെയാണ് നാം ചിന്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും നമ്മെക്കുറിച്ച് ദൈവഹിതമില്ലാത്ത ആകുലതകൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ കർത്താവിൻ്റെ തിരുവചനത്തെ മാത്രം നമുക്ക് പുകഴുവാനും അത് തന്നെ ഹോൾഡ് ചെയ്യുവാനും ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ യാതൊരു അനർത്ഥവും വരികയില്ല എന്നുള്ളതാണ് തിരുവചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ ഒന്ന് തിരിച്ചറിയുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവിക സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഭക്തന്മാർക്ക് വരുന്ന അപകടങ്ങൾ, അനർത്ഥങ്ങൾ, മുറിവുകൾ, രോഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്? നാം വചനം കൂലങ്കഷമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു അനർത്ഥം പോലും ദൈവത്തിൻ്റെ ഹിതമല്ല എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ആക്സിഡൻ്റ് പോലും, ഒരു അപകടം പോലും ഒരിക്കലും അത് ദൈവഹിതത്താൽ ഉളവാകുന്നതല്ല എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. കാരണം നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സുരക്ഷിതരാണ്. അപകടം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, ഒരു ദൈവവേദനയിൽ ഒന്നിലും പരാജയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നാം തിരുവചനത്തിൽ കാണുകയാണ്. നമ്മൾ പ്രവാചക പുസ്തകങ്ങളും അതുപോലെ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് ഒക്കെ പഠിച്ചു വരുമ്പോൾ ഓരോ ദൈവമക്കളെ ദൈവം സംരക്ഷിച്ചതും നടത്തിയതും പരിപാലിച്ചതുമായ വിധങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നാം അവിടെ ബാബേലിലേക്ക് കൊണ്ടുപോയ ആ യുവാക്കന്മാരെ കാണുന്നുണ്ട്. വാസ്തവത്തിൽ കൽദയ ഭാഷ സംസാരിക്കുന്ന യുവാക്കളുടെ നടുവിൽ പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ മക്കളിൽ ചിലരുണ്ടായിരുന്നപ്പോൾ പരദേശികളായിരുന്നിട്ടും അന്യരാജ്യത്തായിരുന്നിട്ടും അവർക്ക് ഭാഷ വശമില്ലാതിരുന്നിട്ടും അവർ മറ്റുള്ളവരെക്കാൾ 10 ഇരട്ടി വിശിഷ്ടരായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക. അതുകൊണ്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യനെ മറ്റുള്ളവനേക്കാൾ വ്യത്യസ്തനാക്കുകയാണ്, വിശിഷ്ടനാക്കുകയാണ്. നാം സുരക്ഷിതരാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു. പഴയ നിയമത്തിലും ഇതുപോലെ അനേക ഇടങ്ങളിൽ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുകളെക്കുറിച്ച് കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളിലൊക്കെ വളരെ വ്യക്തമായി ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൻ്റെ കാലയളവ്, അവൻ്റെ ഉയർച്ച, അവൻ്റെ ആരോഗ്യം, അവൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത, അവൻ്റെ കുടുംബജീവിതം, അവൻ്റെ തലമുറ, ഇതിനെയൊക്കെ പരിപാലിക്കുവാൻ സദാ ബദ്ധശ്രദ്ധനായിരിക്കുന്ന ഒരു ദൈവത്തെയല്ലേ നാം കാണുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങാതിരിക്കുന്നത് ആ ദൈവജനത്തിൻ്റെ സകല സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടുന്നതാണ്. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെക്കുകയും ഔവണ്ണം തന്നെ ദൈവവചനത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ദൈവവേദൽ പൂർണ്ണ സുരക്ഷിതനാണ്.
അവന് ഒരനർത്ഥവും വരുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ഇതൊക്കെ പറയുമ്പോൾ തിരുവചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതുകൊണ്ടും അങ്ങനെ നാം പഠിച്ചതുകൊണ്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയ ചില തെറ്റിദ്ധാരണകളുണ്ട്. ദൈവം അനർത്ഥം കൊണ്ട് ശിക്ഷിക്കുമെന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി വേദനകൾ തരുമെന്നും അതുപോലെ നമുക്ക് ബാലശിക്ഷകൾ തരേണ്ടതിന് മനഃപൂർവ്വം നമ്മെ മുറിപ്പെടുത്തുമെന്നും ഒക്കെയുള്ള ചിന്തകൾ തികച്ചും ദൈവവചനത്തിലെ വികലമായ വ്യാഖ്യാനങ്ങളാണ്. അത്തരം വ്യാഖ്യാനങ്ങൾക്ക് പിറകെ പോകാതെ നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മോടുള്ള ആ പുത്രത്വം, നമുക്ക് തന്നിരിക്കുന്ന ആ പുത്രത്വത്തെക്കുറിച്ചുള്ള ഉറപ്പ്, അതിൽ ജീവിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വ ബോധമില്ലാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ വലിയ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ ഈ കൃപ എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്യന്തിക ജീവിതത്തെ മുഴുവനും പൊതിയുന്ന ഒന്നാണ് ദൈവകൃപയെന്ന് പറയുന്നത്. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ രക്ഷയ്ക്കകത്ത് തന്നെ സമ്പൂർണമായിട്ടുള്ള സുരക്ഷിതത്വമാണ് ഒരു ദൈവ പൈതലിന് ദൈവം ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവ വചനത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാം. അതെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതുപോലെ തന്നെ കർത്താവ് വിശ്വസ്തൻ. അവൻ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാത്തുകൊള്ളും. വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെയും പറയുന്നുണ്ട്, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന നമ്മുടെ ദൈവം. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഇനിയും നാം ഒരിക്കൽ കർത്തൃസന്നിധാനത്തിൽ നിൽക്കുന്നത് വരെയും നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആകയാൽ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നു, അതൊരു പക്ഷേ രോഗമായിരിക്കാം, അത് മാരകമെന്ന് വൈദ്യന്മാർ പറഞ്ഞേക്കാം, ഒരുപക്ഷെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അങ്ങനെ ആയിരിക്കാം. എന്നാൽ മറ്റുള്ള പലതിനേക്കാളും ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ആശ്രയബോധമുള്ളവരെ ഒരിക്കലും ലജ്ജിപ്പിക്കുന്നവനല്ല ദൈവമെന്നുള്ള ആ തിരിച്ചറിവിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ അതിനായിട്ട് കൊടുക്കുക. നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കും. ഇന്ന് നാം വീണ്ടും ചിന്തിക്കുന്നത് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ബ്ലെസ്സിങ്സ് അഥവാ യൂലോഗിയ എന്ന ഗ്രീക്കിൽ ആ പദത്തിൻ്റെ അർത്ഥം അനുഗ്രഹങ്ങൾ. ഒരു ദൈവവേദൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. തിരുവചനത്തിലുടനീളം ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നാം കാണുമ്പോൾ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അനേകയിടങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്നത്. ദൈവത്താൽ വിളിക്കപ്പെട്ടവരെല്ലാം തന്നെ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച അഥവാ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച സകലരും അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. ഒന്നാം മനുഷ്യർ അഥവാ ആദവും ഹവയും അവരെ സൃഷ്ടിച്ചതിന് ശേഷമായി ഒന്നാമത് ദൈവം ചെയ്യുന്നവരെ അനുഗ്രഹിക്കുകയാണ്. ഒരു സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധതയാണ് ദൈവിക അനുഗ്രഹം എന്നുള്ളത്. ആകയാൽ തൻ്റെ അടുക്കൽ വരുന്ന, തന്നെ ആശ്രയിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. ആ യൂലോഗിയ അഥവാ അനുഗ്രഹം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നമുക്കൊന്നിച്ച് ചിന്തിപ്പാൻ ഇന്ന് ദൈവം നമുക്കിടയാക്കട്ടെ. നമ്മുടെ പൊതുവായ ആ ക്ഷേമത്തെക്കാൾ അതിനുപരിയാണ് ദൈവിക അനുഗ്രഹം. അനുഗ്രഹിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു സാധാരണ ഭാഷയിൽ ചിന്തിച്ച് നാം അതിനെക്കുറിച്ച് പറയുന്നത് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ്. അധികം പ്രതിസന്ധികളൊന്നുമില്ല. ചിലരൊക്കെ പറയാറില്ലേ, ഇങ്ങനെയൊക്കെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നു എന്നൊക്കെ പറയാറില്ലേ. വാസ്തവത്തിൽ അതൊന്നുമല്ല അനുഗ്രഹം. ദൈവത്തിൻ്റെ തിരുവചനം അങ്ങനെ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നുമില്ല. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പെർഫെക്ഷനുണ്ട്, ഒരു നിറവുണ്ട്, അതിനകത്തൊരു പൂർത്തീകരണമുണ്ട്, ഒരു കംപ്ലീഷനുണ്ട്. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. ഒരു ദേശത്ത് അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ ഒരു ദൈവപൈതലിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവനെ കണ്ടിട്ട് അവനെ നടത്തുന്ന ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, അനുഗ്രഹിക്കപ്പെട്ടവൻ
അവൻ തൻ്റെ നിറവിൽ ദൈവത്തെ സ്തുതിക്കുകയും അവനെ കാണുന്ന, അവനാൽ അനുഗ്രഹിക്കപ്പെടുന്ന, അവനാൽ സഹായിക്കപ്പെടുന്നവരെല്ലാം അവൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. ഇന്ന് യൂലോഗി എന്താണ്? ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ബ്ലെസ്സിങ്സ് എന്താണ്? വാസ്തവത്തിൽ ദൈവത്തിന് വലിയ പ്രീതിയാണ്. ദൈവപ്രീതിയാൽ ഉളവാകുന്ന ഒരു സമൃദ്ധിയാണ്. അതെ, അനുഗ്രഹത്തിൽ സമൃദ്ധിയുണ്ട്. നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് ഈ മലയാളക്കരയിലുള്ള ദൈവമക്കൾ, ദൈവദാസന്മാരും സമൃദ്ധിയെ വിശ്വസിക്കുന്നില്ല. ഈ പ്രോസ്പെരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് പൈശാചികമാണെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നവരുമുണ്ട്. നിങ്ങൾക്കറിയാമോ, ദൈവവചനം ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ദൈവവചനം അഭിവൃദ്ധിയെക്കുറിച്ചുമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ദൈവവചനം അനുഗ്രഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നാം ഒരേ സമയം രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിലൊന്ന്, ദാരിദ്ര്യം നമുക്ക് ആവശ്യമാണ്, ദൈവം ദരിദ്രരെ സ്നേഹിക്കുന്നു. രണ്ടാമത് നമ്മൾ പറയാറുള്ളത്, ദൈവത്തെ വിളിക്കുന്നവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവർക്ക് സമൃദ്ധി ഉണ്ടാകും. വാസ്തവത്തിൽ ഇത് രണ്ടും കൂടി ഒത്തുപോകുന്നതല്ല. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുകയും സമൃദ്ധി അത് ദൈവം നൽകുന്നതല്ല, പൈശാചികമാണെന്നൊക്കെ വാദിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നിങ്ങളത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാനും കരുതുകയാണ്. എന്നാൽ ഇങ്ങനെ വാദിക്കുന്ന പലരും കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടിയൊക്കെ പോരാടിയതും അധ്വാനിച്ചതും അതിൻ്റെയൊക്കെ പേരിൽ നാളെ ഒരു ദിവസം ഒരു അനുഗ്രഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സമൃദ്ധിയുള്ള ദിവസങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. എന്നാൽ പലപ്പോഴും അവരങ്ങനെ ആഗ്രഹിക്കുകയും അവരുടെ പിതാക്കന്മാർ ദൈവനാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം തലമുറകളെ അനുഗ്രഹിച്ചു എന്ന അഭിമാനത്തോടെ ഒരു സാക്ഷ്യമായി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അവരും പറയുന്നു, ദൈവം സമൃദ്ധി നൽകുന്നില്ല, അല്ലെങ്കിൽ ദൈവം പ്രോസ്പെരിറ്റി നൽകുന്നില്ല. ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രോസ്പെരിറ്റിയെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് ദൈവിക അനുഗ്രഹത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവം ഒരാൾ ദാരിദ്ര്യത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രസ്താവന ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ദൈവവചന ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് അനുഗ്രഹം? യൂലോഗിയ. വീണ്ടും നമുക്ക് മടങ്ങി വരാം. അത് ഞാൻ പറഞ്ഞല്ലോ, തട്ടിമുട്ടി മുൻപോട്ട് പോകുന്ന ഒരു ജീവിതം അല്ല, ഒരിക്കലും അതല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. അധികം പ്രശ്നങ്ങളൊന്നുമില്ല, അധികം ഞെരുക്കമൊന്നുമില്ല, വലിയ രോഗങ്ങളൊന്നുമില്ല, അങ്ങനെ മുമ്പോട്ട് പോകുന്നു, ഇതല്ല അനുഗ്രഹം. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിത്യജീവൻ, സ്വർഗം, ഇതൊക്കെയാണ് അനുഗ്രഹങ്ങളെന്നും തെറ്റിദ്ധരിച്ചവരുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഭൂമിയിൽ വെച്ച് നമുക്ക് വേണ്ട സ്വർഗമല്ല, ഭൂമിയിൽ വെച്ച് നമുക്ക് വേണ്ട നിത്യതയുമല്ല. ഭൂമിയിൽ വെച്ച് ഭൗമികമായതാണ് നമുക്ക് ആവശ്യം. ഒരിക്കൽ ഭൗമികമായ ഈ ലോകത്ത് നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് നാം കർത്തൃസന്നിധാനത്തിൽ ചേർക്കപ്പെടുമ്പോഴാണ് ആത്മീക അനുഗ്രഹങ്ങളിലെ ഒരു വലിയ സമൃദ്ധി നമുക്ക് വേണ്ടി സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മേൽ കൈമാറ്റപ്പെടുന്നത്. എന്നാൽ ഇത് നാം തിരിച്ചറിയാത്തതുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ബാലൻസ്ഡ് അല്ലാത്തതുകൊണ്ടും അഥവാ ഒരു ഉപദേശത്തിൻ്റെ സന്തുലിതാവസ്ഥ നമ്മൾ സൂക്ഷിക്കാത്തത് കൊണ്ടും പലപ്പോഴും നമുക്ക് ഈ കാര്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ ദാസന്മാരും ദൈവമക്കളും ഇത്തരം കാര്യങ്ങൾ കൂലങ്കഷമായി തരംതിരിച്ച് പഠിച്ച് ദൈവവചനത്തിൻ്റെ ആ വിടുതലുകൾ, നന്മകൾ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അനുദിനവും അവരനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. അപ്പോൾ യൂലോഗിയയെക്കുറിച്ച് നമുക്ക് വീണ്ടും ചിന്തിക്കാം. ദൈവത്തിൻ്റെ പ്രീതി അഥവാ ദൈവത്തിൻ്റെ ഫേവർ ഒരുവൻ്റെ മേലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമത് ദൈവം ചെയ്യുന്നത് ദൈവം അവനെ അനുഗ്രഹിക്കും. ഒന്നുകൂടി പറഞ്ഞില്ലേ, അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രീതിയുടെ ലക്ഷണമാണ്. ഒരു ഡിവൈൻ ഫേവർ ഒരു വ്യക്തിയുടെ മേലുണ്ട്. ബൈബിളിൽ ഉടനീളം നമുക്ക് ആദം മുതൽ ഇങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവം ആ ഫേവർ ഉള്ളവരെല്ലാം അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി അവരെ ഒന്നിച്ചു നിർത്തിയതിന് ശേഷം ഒന്നാമത് ദൈവം ചെയ്യുന്നത് അനുഗ്രഹിക്കുകയാണ്.
ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക ഹൃദയം സന്തോഷിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ്. ദൈവം സന്തോഷത്തോടു കൂടിയാണ് ഒരാളെ അനുഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇനി മനുഷ്യനും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും സന്തോഷത്തിൽ നിന്നുമാണ് മറ്റൊരാളെ അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരെയെങ്കിലും ജീവിതത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് നിങ്ങൾക്ക് അവരെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും അതൊരനുഗ്രഹമായി അവരുടെ മേൽ പകരപ്പെടുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പഴയ നിയമത്തിലൊക്കെ അനുഗ്രഹം പ്രാപിക്കാനായി കടന്നു ചെല്ലുന്നവർ ആരിൽ നിന്ന് അത് പ്രാപിക്കണമോ അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചിരുന്നു. നമുക്കറിയാമല്ലോ ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ ചരിത്രം. അപ്പനായ ഇസഹാക്ക് വയസ്സിയൊന്ന് വൃദ്ധനായിരിക്കുന്നു, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ സ്പർശന ശക്തിയും കേൾവി ശക്തിയും ഒക്കെയേ ഉള്ളൂ. അവിടെ അനുഗ്രഹം പ്രാപിക്കേണ്ടുന്ന മകൻ ചെയ്യുന്നത് അപ്പൻ്റെ അഭിലാഷമാണ് രുചിയുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഏതു വിധത്തിലെങ്കിലും ഈ അപ്പനെ സന്തോഷിപ്പിക്കുക. അപ്പൻ എത്രത്തോളം സന്തോഷിക്കുന്നു അത്രത്തോളം ഹൃദയം തുറന്ന് മകനെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നാം തിരുവചനത്തിലെ പല കഥാപാത്രങ്ങളെ കാണുമ്പോഴും അവരൊക്കെ ആരിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമോ അവരുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിച്ചതായി നാം കാണുന്നുണ്ട്. ദൈവവും ഇങ്ങനെ തന്നെയാണ്. ദൈവിക ഹൃദയം നമ്മെക്കുറിച്ച് സന്തോഷിച്ചാൽ ദൈവം നമ്മെ അളവില്ലാതെ അനുഗ്രഹിക്കും. അത് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, അതിൽ ഹോമയാഗം അർപ്പിച്ചു. ദൈവം ആ യാഗത്തിൻ്റെ സൗരഭ്യവാസനം അണർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ആ ഹോമയാഗത്തിൻ്റെ സൗരഭ്യവാസനെ മണത്തിട്ട് സന്തോഷിച്ച് നോഹയും കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇനിയും അനേക ഭക്തന്മാരുടെ ചരിത്രം പിന്നത്തേതിൽ ബൈബിളിൽ തുടർമാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മളതാണ് ചിന്തിച്ചത്. ഇനിയും ആദത്തെ ഹൗവയെ ഇവരെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിൽ 2 കാര്യം പ്രത്യേകിച്ച് കർത്താവ് പറയുന്നുണ്ട്. 1, നിങ്ങൾ പുഷ്ടിയുള്ളവരാകും. 2, നിങ്ങൾ വർദ്ധിക്കും. ആമേൻ. നിങ്ങൾ പുഷ്ടിയുള്ളവരാകും, നിങ്ങൾ വർദ്ധിക്കും. തീർച്ചയായിട്ടും ഒരു ദൈവിക സമ്പുഷ്ടിയും വർധനവും അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വ്യക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷത്തിലുള്ള അളവുകളല്ല ഇന്ന് അവനുള്ളത്. അപ്പോഴത് ഏത് അനുഭവങ്ങളിലായാലും, ഒരുപക്ഷെ അവന് കർഷകനായിരിക്കാം, അവന് ഇടയനായിരിക്കാം, ഇനി മറ്റേതെങ്കിലും ജോലി തലങ്ങളുള്ളവനായിരിക്കാം. പക്ഷേ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വർധനവുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വർദ്ധിക്കുന്ന വർധനവിൻ്റെ ഒരു പ്രത്യേക അളവിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ തിരുവചനം പ്രവാചക പുസ്തകങ്ങളിൽ ഓർപ്പിക്കുന്നത്. സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. എന്താ ഈ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ? വിലപ്പെട്ടതായ പലതും ഇനി വെക്കുവാൻ ഇടയില്ലാത്തത് കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുക. സ്ഥലം പോരാതെയുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെക്കാനിടയില്ലാത്തത് കൊണ്ട് വിലപ്പെട്ടത് പലതും ഞാൻ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, എൻ്റെ അടുക്കൽ വരുന്നവർക്ക് കൊടുക്കുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടത് പലതും എനിക്ക് വിലയുള്ളതല്ല. കാരണം അതിൻ്റെ സമൃദ്ധി എൻ്റെ പക്കലുണ്ട്. ഞാൻ മറ്റു പലർക്കും പ്രയോജനപ്പെടുന്നു. സ്ഥലം പോരാതെയുള്ള അനുഗ്രഹം. പത്രോസിൻ്റെ പടകിൽ അത് വെളിപ്പെട്ടു. ഒരു വലയിലെ നിറവ് കൊണ്ട് അനേക പടകുകൾ ഒന്നിച്ച് നിറയുകയാണ്. നമ്മൾ ആ ഭാഗം ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പത്രോസിൻ്റെ ഒരു വലയിൽ ഒരു ദിവസം കയറിയ മീൻ അതൊരു ചാകരകൾ ഒന്നിച്ച് കൊടുക്കുന്ന ഒരു അനുഗ്രഹത്തേക്കാൾ വലിയതായിരുന്നു. അവിടെ ആ ദൈവദിന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ മുക്കുവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ചാകരകൾക്കും കൊടുക്കാൻ കഴിയാത്ത വലിയൊരു നിറവ് ആ മനുഷ്യൻ്റെ വലയിൽ വെളിപ്പെടുക. ആ മീൻപിടുത്തത്തിൽ അവർക്ക് സംഭ്രമമുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. പേടിച്ചുപോയി. കടൽ കാണാത്തവനോ മത്സ്യങ്ങളെ കാണാത്തവനോ അല്ലവൻ. ആ ഗലീല കടലിലെ മുക്കും മൂലയും ഒക്കെ ഏതാണ്ടൊക്കെ അറിയാവുന്നൊരു മനുഷ്യൻ. എന്നാൽ അവൻ സംഭ്രമിച്ചു പോകത്തക്ക നിലകളിൽ ഒരു ദൈവപ്രവൃത്തി. വല നിറഞ്ഞു. ദൈവത്തിൻ്റെ തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നു, അത് അവർക്ക് വലിച്ച് കരയ്ക്ക് കയറ്റുവാൻ കഴിഞ്ഞില്ല.
അവർ ചില ചെറുപടകളെ സഹായത്തിനായി വിളിച്ചു. അന്ന് ആ കടലിൽ അവരുടെ സമീപത്തുള്ള എല്ലാ പടകുകളും നിറഞ്ഞു. എന്നിട്ടും വലയിൽ മത്സ്യം മിച്ചമാണ്. അടുത്തത് വളരെ രസകരമായ കാര്യമാണ്. അവർ വലയും പടകും വിട്ട് യേശുവിനെ അനുഗമിച്ചു. പ്രൈസ് ഗോഡ്. അപ്പം ദൈവിക അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹത്തിനകത്തൊരു നിറവുണ്ട്, അതുപോലെ ഒരു വർധനമുണ്ട്. എണ്ണിക്കൂടാതെ വണ്ണം എന്നാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. എണ്ണിക്കൂടാതെ വണ്ണം. അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, അതുപോലെ നിനക്ക് ഒത്തിരി മക്കളുണ്ടാകും. ആ മക്കള് എണ്ണിക്കൂടാതെ വണ്ണം. അതെ, അങ്ങനൊരു പദമാണ് അവിടെ ഓർപ്പിക്കുന്നത്. കൗണ്ട്ലെസ് ആയിട്ട് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. അതെ, ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ അവനെ എണ്ണുവാൻ, അവനുള്ള അനുഗ്രഹങ്ങളെ എണ്ണുവാൻ മറ്റാർക്കും കഴിയത്തില്ല, അവന് പോലും കഴിയത്തില്ല. നിങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ലേ? ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നില്ലേ, വിശ്വാസികൾ എത്ര അബ്രഹാമിൻ്റെ മക്കളെന്ന്. അപ്പോൾ വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ. പക്ഷേ അബ്രഹാം മരിച്ചതിന് ശേഷവും വിശ്വാസികൾ ജനിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ഒരപ്പന് മക്കളെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തവനുണ്ടെങ്കിൽ അത് അബ്രഹാം മാത്രമാണ്. സ്വന്തം മക്കളെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ അവന് കഴിയുകയില്ലെന്ന് ഒരിക്കൽ ദൈവം അവനോട് പറഞ്ഞപ്പോൾ അബ്രഹാം അത് വിശ്വസിച്ചു. നമ്മൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാന്, ദൈവത്തിൻ്റെ പദ്ധതി ദൈവം അബ്രഹാമിനോട് ഓർപ്പിക്കുക. നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അബ്രഹാം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതിന് ശേഷം ആണ് അബ്രഹാമിന് കൂടുതൽ മക്കളുണ്ടാകും. സ്തോത്രം. ഇന്ന് ലോകം നിറച്ചു അബ്രഹാമിൻ്റെ പിള്ളേരാ. ഇന്നും അബ്രഹാമിന് മക്കളുണ്ടാകുക. സ്വന്തം മക്കൾ എത്രയാണെന്ന് അറിയാതെ കുഴങ്ങുന്നൊരപ്പൻ. ഇതേ കുഴച്ചിൽ അന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാ. നക്ഷത്രങ്ങളെ എണ്ണിയപ്പോൾ കടൽക്കരയിലെ പൂഴിമണൽ എണ്ണാമോ എന്ന് ദൈവം ചോദിച്ചപ്പോൾ, അതൊക്കെ ഒരു പ്രൊഫറ്റിക് ആക്റ്റായിട്ട് നമുക്കെടുത്താൽ അനുഗ്രഹത്തിന് ഒരിക്കലും പരിധികളില്ല. അതെ, നമ്മുടെ ദൈവം തന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ഭക്തനെ പരിധികളില്ലാതെ അനുഗ്രഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ അനുഗ്രഹത്തിൽ വർധനമുണ്ട്, അനുഗ്രഹത്തിന് സമൃദ്ധിയുണ്ട്. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ബൈബിളിലുടനീളം നാം ഇങ്ങനെ ചില മറഞ്ഞു കിടക്കുന്ന ദൈവിക സത്യങ്ങളെ കാണുമ്പോൾ അത് എനിക്കും ബാധകമാണെന്നുള്ള തിരിച്ചറിവിൽ അതിനെ പ്രാപിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതേ ദൈവമക്കളെ, നിങ്ങളുടെ കയ്യിലുള്ള ദൈവവചനമുണ്ടല്ലോ, ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അനുഗ്രഹങ്ങളാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വായിച്ചു നോക്കുകയും അങ്ങനെ വായിച്ചു നോക്കിയിട്ട് മടക്കി വെക്കുകയും ചെയ്യുവാനുള്ള പുസ്തകമല്ല ബൈബിൾ. ഇത് ഒരു മുക്കുവൻ കടലിൽ നിന്ന് വലയിട്ട് മീൻ പിടിക്കുന്നത് പോലെയാണ് നാം തിരുവചനം വായിക്കുന്നത്. നാം വായിക്കുന്ന ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി, പ്രായോഗിക ജീവിതത്തിൽ നന്മയായി വെളിപ്പെട്ട് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്കിന്ന് കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിക്കാം. ആ ദൈവാനുഗ്രഹത്തിൻ്റെ അളവുകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. പ്രൈസ് ഗോഡ്. മറ്റുള്ളവർ കാണട്ടെ, മറ്റുള്ളവർ അറിയട്ടെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ഇവണ്ണമാണ് എന്ന്. ഈ പഴയ നിയമത്തിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനൊരു വാക്യം കാണുന്നുണ്ടല്ലോ, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനെ ഇങ്ങനെ ബഹുമാനിക്കും എന്നൊക്കെയുള്ളൊരു വാക്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ തന്നെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ ഇത്രത്തോളം അനുഗ്രഹിക്കും എന്ന് മറ്റുള്ളവർ പറയത്തക്കവണ്ണം നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം, നമുക്ക് കണ്ണ് അടയ്ക്കാം. സ്വർഗപിതാവേ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിലായപ്പോൾ
യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് അളവില്ലാതെ സകലതും ധാരാളമായി അനുഭവിപ്പാൻ തന്നിരിക്കുന്ന അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ കണക്കില്ലാതെ വണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഔവണ്ണം തന്നെ കണക്ക് നോക്കാതെ അനേകർക്ക് നൽകി അവരെ നിറയ്ക്കുകയും ചെയ്യുവാനുള്ള ഒരു ദൈവിക ഗൃഹവിചാരകത്വം ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യും. അത് തിരിച്ചറിഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തി നിത്യതയിൽ പ്രത്യാശ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തരുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.